സിമിത്തേരിയിലേക്കുള്ള തലമുറകളുടെ യാത്രയ്ക്ക് പ്രത്യാശ പകർന്ന സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന വിലാപഗാനത്തിന് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. മലയാളത്തിൽ ഏറ്റവുമധികം പ്രചാരം നേടിയ ക്രിസ്തീയ ഗാനങ്ങളിലൊന്നാണിത്. യഥാർത്ഥത്തിൽ പ്രത്യാശ ഗീതമെന്ന നിലയിലാണ് 1897 ഇത് എഴുതിയതെങ്കിലും വിലാപഗാനമായി പിന്നീട് പരിണമിക്കുകയായിരുന്നു ഇത്. ലോകയാത്ര അവസാനിക്കുന്നിടത്ത് നിത്യയാത്ര ആരംഭിക്കുന്നുവെന്ന ദാർശനിക തലം മുന്നോട്ട് വയ്ക്കുന്ന ഗാനം മരണാനന്തര ജീവിതത്തിലേക്കുള്ള പ്രത്യാശ പങ്കുവയ്ക്കുന്നതാണ്. ഇതെഴുതിയത് ഒരു മലയാളിയല്ല. കേരളം രൂപീകൃതമാകും മുമ്പ് മലയാള മണ്ണിൽ പ്രവർത്തിച്ച ഹോൾബ്രറ്റ് നാഗൽ എന്ന ജർമ്മൻ മിഷണറിയാണ് പാട്ടിൻ്റെ രചയിതാവ്. ക്രിസ്തീയ സംസ്കാര ചടങ്ങുകളിൽ അവിഭാജ്യ ഘടകമായ ഈ കീർത്തനം രചിച്ച നാഗൽ മിഷണറിയുടെ പ്രവർത്തന മേഖല കുന്നംകുളമായിരുന്നു. ഇംഗ്ലീഷ്, ഗ്രീക്ക്, ലാറ്റിൻ, ഹീബ്രു ഭാഷകളിലും പ്രാവീണ്യം നേടിയ നാഗൽ ഒട്ടേറെ ഇംഗ്ലീഷ് ക്രൈസ്തവ കീർത്തനങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. നന്നായി മലയാളം സംസാരിച്ചിരുന്ന അദ്ദേഹം 60ലേറെ മലയാള ഗാനങ്ങളും രചിച്ചു. ജർമ്മനിയിലെ ഹെസനയിലെ സ്റ്റംഹൈമിൽ തുകൽപ്പണിക്കാരനായിരുന്ന ഹെൻറിക് പീറ്റർ നാഗലിൻ്റെയും എലിസബത്തിൻ്റെയും മകനായി 1867 നവംബർ 3 ഹോൾബ്രറ്റ് നാഗലിൻ്റെ ജനനം. 1893 22ാം വയസ്സിൽ ബാസൽ മിഷൻ മിഷണറിയായി നാഗൽ കണ്ണൂരിലെത്തി. പിന്നീട് വാണിയംകുളത്തേക്ക് പ്രവർത്തന മേഖല മാറ്റി. പിന്നാലെ ബാസൽ മിഷനായിട്ടുള്ള ബന്ധം അദ്ദേഹം വിട്ടു. പിന്നീട് കുന്നംകുളം കേന്ദ്രീകരിച്ച് തൃശ്ശൂർ, നെല്ലിക്കുന്ന്, പറവൂർ എന്നിവിടങ്ങളിലായി പ്രവർത്തനം തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥനായ ജോസഫ് സാമുവൽ മിച്ചലിൻ്റെ മകളും കുന്നംകുളത്ത് അധ്യാപികയുമായ ഹാരിയറ്റ് സബീന മിച്ചൽ എന്ന ആംഗ്ലോ ഇന്ത്യൻ യുവതിയും നാഗലും തമ്മിലുള്ള വിവാഹം 1896 ഏപ്രിൽ 1 കുന്നംകുളത്ത് നടന്നു. മലയാള ഭാഷയിൽ അറിവ് കൂട്ടുവാൻ ഭാര്യയേറെ സഹായിച്ചു. വസൂരി, കോളറ, ക്ഷയം തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരുന്ന സമയത്തായിരുന്നു നാഗലിൻ്റെ പ്രവർത്തനകാലം. 1914 ജർമ്മനിയിലേക്ക് പോയ നാഗൽ പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. 1921 മെയ് 21 നാഗൽ അന്തരിച്ചു. നാഗലിൻ്റെ കീർത്തി പകർന്നു കിട്ടിയ കുന്നംകുളം നഗരത്തിലെ പട്ടാമ്പി റോഡിനെയും യേശുദാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന് മിഷണറി നാഗൽ റോഡ് എന്ന് പേര് നൽകിയിട്ടുണ്ട്. നാഗൽ കുന്നംകുളത്ത് സ്ഥാപിച്ച ബ്രദറൻ സഭ ബദേൽ ഹാൾ നാഗൽ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുന്നംകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു 20 വരികളുള്ള ഈ ഗാനത്തിൻ്റെ പിറവി. ഈ ഗാനം എഴുതുന്നതിന് ഒരു പശ്ചാത്തല കഥയുണ്ട്. നാഗൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജയിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ സെൻട്രൽ ജയിലിൽ കൊലപാതകത്തിന് വധശിക്ഷ ലഭിച്ച ഒരു തടവുകാരനെ കണ്ടു. അയാൾ വളരെയേറെ ദുഃഖിതനും നിരാശനുമായിരുന്നു. നാഗൽ സാഹിബ് അയാളോട് യേശുവിനെപ്പറ്റിയും യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെപ്പറ്റിയും പറഞ്ഞു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അയാളെ ബോധ്യപ്പെടുത്തി. അല്പസമയം അയാളുമായിട്ട് ചെലവഴിച്ചു. അയാൾ പശ്ചാത്തപിച്ച് യേശുവിൽ വിശ്വസിച്ചു. അയാളിൽ വലിയ മാറ്റമുണ്ടായി. ദുഃഖിതനും നിരാശനുമായ അയാളിൽ പ്രത്യാശ നിറഞ്ഞു. വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് അയാളുടെ അവസാന ആഗ്രഹമെന്തെന്ന് ന്യായാധിപൻ ചോദിച്ചപ്പോൾ തന്നോട് സുവിശേഷം പ്രസംഗിച്ച നാഗൽ സാഹിബിനെ ഒന്ന് കാണണമെന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ നാഗൽ സാഹിബ് വീണ്ടും അയാളെ കാണുവാൻ സെൻട്രൽ ജയിലിലേക്ക് പോയി. വധശിക്ഷ വിധിച്ചിരുന്ന കുറ്റവാളി സാഹിബിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഒരല്പനേരം മാത്രം ഈ യാത്ര തീരുവാൻ. അത് പറഞ്ഞ് അയാൾ സാഹിബിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ദുഃഖവും നിരാശയും ഒന്നുമില്ല. ഈ ഭൂമിയിലെ കോടതി എന്നെ ശിക്ഷിച്ചാലും ദൈവത്തിൻ്റെ കോടതി എനിക്ക് മാപ്പ് തരും. നമുക്ക് അവിടെ വെച്ച് കാണാം. നാഗൽ സാഹിബ് തിരികെ വരുമ്പോൾ ഇനിയൊരല്പനേരം മാത്രം ഈ യാത്ര തീരുവാൻ എന്ന് അയാൾ പറഞ്ഞ വാക്കുകൾ സാഹിബിൻ്റെ മനസ്സിൽ അലയടിച്ചിരുന്നു. ആ വാക്കുകളുടെ പശ്ചാത്തലത്തിലാണ് സാഹിബ് ഈ ഗാനം എഴുതിയത്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത അരനാഴിക നേരം എന്ന ചിത്രത്തിന് ഈ ഗാനം പ്രസിദ്ധമാക്കിയതിൽ വലിയ പങ്കുണ്ട്. നാഗൽ എഴുതിയ ഗാനത്തിൽ വയലാർ ചില പരിഷ്കാരങ്ങൾ വരുത്തിയാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ ബന്ധപ്പെട്ടോടുന്നു എന്നത് ഞാൻ തനിയെ പോകുന്നു എന്നാക്കി വയലാർ തിരുത്തി. സായിപ്പ് ഈ ഗാനം എഴുതിയത് ജീവിക്കുന്ന ആൾ പാടുന്ന പാട്ടായിട്ടാണ്. എന്നാൽ വയലാർ അത് മരിച്ചയാളുടെ പാട്ടാക്കി മാറ്റി. ഇങ്ങനെ ഏതാനും തിരുത്തലുകൾ വരുത്തിയാണ് സിനിമയിൽ അവതരിപ്പിച്ചത്.